ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ഇപ്രാവശ്യം ബുക്ക് മാറിയതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് എടുക്കുന്നത്. യൂണിറ്റ് 1 ഓഫ് മെനി ഹ്യൂസ്. ഹ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിറങ്ങളാണ്, കളേഴ്സാണ് കേട്ടോ. അപ്പോൾ മെനി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിറങ്ങൾ. അപ്പോൾ മക്കൾ ഇവിടെ തന്നിട്ടുള്ള പിക്ചർ നോക്കുക. താഴെ എന്താണ്? മായ ഏഞ്ചലോൻ്റെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വൈവിധ്യങ്ങൾക്ക് എന്തുണ്ട്? ബ്യൂട്ടി ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രെങ്ത്തും ഉണ്ട്, ശക്തിയുണ്ട്, ഭംഗിയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു പിക്ചർ നോക്കിക്കേ. കുറച്ച് കുട്ടികൾ ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുന്നുണ്ട് അല്ലേ. അവരെന്ത് ചെയ്യാണ്? ബുക്ക് ഉണ്ട്, ടേബിളിൽ എന്തുണ്ട്? പെന്നും പെൻസിലുണ്ട്, അതുപോലെ ഗ്ലോബ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഗ്ലോബ് നിരീക്ഷിക്കുകയാണെന്നാണ് തോന്നുന്നത്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? The children are observing the globe. പിന്നെയോ, ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? ഇവരെല്ലാവരും ഒരേ കൺട്രിയിൽ നിന്ന്, ഒരേ രാജ്യത്ത് നിന്ന് വരുന്നവരാണോ? നോക്കിക്കേ, അല്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും വ്യത്യാസം കാണാം. സ്കിൻ കളറിൽ വ്യത്യാസമുണ്ട്, അതുപോലെ ഹെയർ സ്റ്റൈലിൽ വ്യത്യാസമുണ്ട്, ഡ്രസ്സിങ്ങിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് കൺട്രിയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തെഴുതാം? നോ എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്? മറ്റൊരു രാജ്യത്തേക്ക്, നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ താമസം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറുകയാണ് അല്ലേ. ഒരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക? നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ആവും. ആ ഒരു കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ നമ്മൾ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് മാറുമ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. Here is a story of a girl who moved to a new country. The place was very different from where she used to live before. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ആ കുട്ടി ഒരു രാജ്യത്ത് നിന്ന്, ആ കുട്ടി താമസിക്കുന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറിയ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് അത് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് എന്ത് ഇപ്പം എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലം. അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു കഥയിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം. നെയിംസ് ആൻഡ് നെയിംസ്. അപ്പോൾ ചിത്രത്തിൽ നമ്മുടെ കഥാനായികയെ കാണുന്നുണ്ട് അല്ലേ. കുഞ്ഞിച്ചിരുത സ്റ്റൂഡ് അറ്റ് ദ ഗേറ്റ് ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്. അപ്പോൾ കുഞ്ഞിച്ചിരുത എന്നാണ് കുട്ടിയുടെ പേര്. അവൾ ഗേറ്റിനടുത്ത് വന്ന് നിന്ന് റോഡിലേക്ക് നോക്കുകയാണ്, സ്ട്രീറ്റിലേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗേസിങ് എന്ന് പറഞ്ഞാൽ നോക്കുന്നു എന്നാണ് അർത്ഥം. ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അപ്പോൾ അവൾക്ക് എന്തിഷ്ടമാണ്? കാൽനടയാത്രക്കാരിങ്ങനെ പോകുന്നതും വാഹനങ്ങൾ പാസ് ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. കുഞ്ഞിച്ചിരുതയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽനടയാത്രക്കാർ. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. അപ്പോൾ വിൻ്റർ അവസാനിച്ചു. ദ എയർ വാസ് വാമിങ് അപ്പ്. എയർ കുറച്ച് വാമാണ്, ചൂടുണ്ട്. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. പക്ഷേ എന്നാലും ചൂടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്താണ്? തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിൽ ഇത് കോൾഡ് വിൻ്ററാണ്. ഇറ്റ് വാസ് ഓൺലി 5 മണി ആയിട്ടേ ഉള്ളൂ. ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. പക്ഷേ രാത്രി ആയതുപോലെയാണ് ഉള്ളത്. The varying lengths of day and night across season had puzzled കുഞ്ഞിച്ചിരുത. അപ്പോൾ അവിടുത്തെ രാത്രിയും പകലിലും എന്താണ് വ്യത്യാസം വരുന്നുണ്ട്. ചിലപ്പോൾ രാത്രി കൂടുതലായിരിക്കും, ചിലപ്പോൾ പകലായിരിക്കും കൂടുതൽ. അങ്ങനെ ചിലപ്പോൾ രാത്രി കുറവ്, ചിലപ്പോൾ പകൽ കുറവ്, അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ കുഞ്ഞിച്ചിരുതയിൽ എന്താണ്? ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈയിൽ അവൾ വന്നപ്പോൾ ദ സൺസെറ്റ് ഓൺലി ദ 8:30 8:30 സൺസെറ്റ് ഉണ്ടായിരുന്നത്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. ആ സമയത്ത് ദിവസം എന്ന് പറയുന്നത് 15 മണിക്കൂറിനേക്കാളും കൂടുതലായിരുന്നു. നൗ ദ സൺസെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. ഇപ്പോഴാണെങ്കിലോ, അന്ന് 8:30 സൺസെറ്റ് എങ്കിൽ ഇപ്പോൾ 5 മണിയാവുമ്പോഴേക്കും സൺസെറ്റാണ്. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പോൾ ഇപ്പോൾ ഡേ എന്ന് പറയുന്നത് 10 മണിക്കൂറിലും കുറവാണ്. വരുന്ന സമയത്ത് 15 മണിക്കൂറിലും കൂടുതലായിരുന്നു. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? ഗേറ്റിനടുത്ത് നിന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് എന്ത് ചെയ്യാനായിരുന്നു ഇഷ്ടം?
കുഞ്ഞിച്ചിരുത ലവ്ഡ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. കുഞ്ഞിച്ചിരുതയ്ക്ക് പാസ് ചെയ്യുന്ന വാഹനങ്ങളെയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരെയും നോക്കാൻ ഇഷ്ടമായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുള്ളതായിരുന്നു? ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ, അല്ലേ? വിൻ്ററിൻ്റെ അവസാനമായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസിൽ അബൌട്ട് ദ വാരിയിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്? പകലിൻ്റെയും രാത്രിയുടെയും ലെങ്ത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുഞ്ഞിച്ചിരുതയെ ആശയക്കുഴപ്പത്തിലാക്കിയത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് വാസ് ഓൺലി 5 ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ, അല്ലേ? 5 മണി ആയപ്പോഴേക്കും രാത്രിയായി. ദിസ് വാരിയിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് പസിൽഡ് കുഞ്ഞിച്ചിരുത. ഇതുപോലെ രാത്രിയുടെയും പകലിൻ്റെയും ലെങ്ത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്ത് കുഞ്ഞിച്ചിരുത ആശയക്കുഴപ്പത്തിലായത്. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കേ. കുഞ്ഞിച്ചിരുത വിളിക്കുകയാണ് കേട്ടോ ഒരാൾ. കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ്, അതായത് സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കുഞ്ഞിച്ചിരുത വിളി കേട്ട് ഞെട്ടിപ്പോയി. ദാറ്റ് വാസ് കേറ്റ്, അത് കേറ്റ് ആണ്. ആരാണ്? ഹെർ ക്ലാസ്മേറ്റ്, അവളുടെ ക്ലാസ്മേറ്റ് ആണ്. ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്, അവൾ ആ സ്ട്രീറ്റിൻ്റെ അപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഓ നോട്ട് അഗെയിൻ, ഇനി അങ്ങനെ വിളിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ. കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർ സെൽഫ് അണ്ടർ ഹെർ ബ്രീത്ത്. കുഞ്ഞിച്ചിരുത ഒരു ശ്വാസം എടുത്തിട്ട് പറയാണ്, ഇനി നീ എന്നെ അങ്ങനെ പേര് വിളിക്കേണ്ട. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്? ഇനി ശരിയായിട്ട് എൻ്റെ പേര് എപ്പോഴാണൊന്ന് വിളിക്കാന്ന് പറയാണ്. This was her 6th month at school back in Kerala. She had only learned some English rhymes at play school. അപ്പോൾ അവൾ ഇവിടേക്ക് വന്നിട്ട് 6 മാസമായി. പക്ഷേ ആദ്യം കേരളത്തിലായിരുന്ന സമയത്ത് അവൾ കുറച്ച് ഇംഗ്ലീഷ് റൈംസ് ഒക്കെ ചൊല്ലുമായിരുന്നു. ബട്ട് ഷീ ഹാഡ് പിക്ക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇംഗ്ലീഷൊക്കെ നല്ല സ്പീഡിൽ പഠിച്ചു. Her classmates and teachers were very kind and helpful. അവളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിതനാണ്. അപ്പോൾ അവൾക്ക് അവിടെ എന്താണ് ഒരു സ്ട്രേഞ്ചറിനെ പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. മിസ് ഹോപ്കിൻസ് ഹു ടോട്ട് മാത്തമാറ്റിക്സ് വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഹോപ്കിൻസും അവളെ കംഫർട്ടബിൾ ആക്കി വെച്ചിരുന്നു. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് ദ വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം. ആകെ അവൾ ഒരു കാര്യത്തിലാണ് അപ്സെറ്റ് ആയിരുന്നത്. ഏത് കാര്യത്തിലാണ്? അവളുടെ ക്ലാസ്മേറ്റ്സ് അവളുടെ പേര് വിളിക്കുന്നത് കറക്റ്റ് ആയിട്ടായിരുന്നില്ല. ഇവൻ മിസ് ഹോപ്കിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. മാത്സ് പഠിപ്പിക്കുന്ന ഹോപ്കിൻസിനാണെങ്കിലും തന്നെ ഇവളുടെ പേര് വിളിക്കാൻ എന്തായിരുന്നു? ഡിഫിക്കൽട്ടായിരുന്നു. ഷീ ഡിഡ് ട്രൈ ദോ she managed to get the last part right but the still found the first part a tongue twister. അപ്പോൾ എന്താണ്? അവർ ശ്രമിക്കുകയായിരുന്നു അല്ലേ, ശരിയാക്കി പറയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് ലാസ്റ്റ് പാർട്ട് എന്താണ് റൈറ്റായിട്ട് പറയാൻ കഴിയും. പക്ഷേ ഫസ്റ്റ് പാർട്ട് ഒരു ടങ് ട്വിസ്റ്റർ ആയിരുന്നു. നമ്മൾ ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത, പറയാൻ ബുദ്ധിമുട്ടുള്ളതിനെ കേട്ടോ നമ്മൾ ടങ് ട്വിസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വാക്ക് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. അപ്പോൾ കുഞ്ഞിച്ചിരുത ഹായ് കേറ്റ് എന്ന് വിളിച്ച് കൈ കാട്ടുകയാണ്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ഓണ്ട്. കേറ്റ് ആൻറ്റിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. There were 24 students in grade 1. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. ഇൻഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ്ഡ്. അതായത് കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ 24 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ കുഞ്ഞിച്ചിരുത മാത്രമല്ല പുറത്തുനിന്ന് പഠിക്കുന്ന കുട്ടികൾ, ഏകദേശം പകുതിയോളം കുട്ടികൾ പുറത്തുനിന്ന് വന്നവരാണ്. ഇനി ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡ്? സ്റ്റാർട്ടിൽഡ് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞെട്ടിയത്? എന്തുകൊണ്ടാണ്? കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ് ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ് കേറ്റ് പ്രൊനൗൺസ് ഹെർ നെയിം നോട്ട് കറക്റ്റ്ലി. കേറ്റ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാത്തത് കൊണ്ടാണ് അവൾ ഞെട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡിൻറ്റ് കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ? കുഞ്ഞിച്ചിരുതയ്ക്ക് ആ സ്കൂളിൽ ഒരു സ്ട്രേഞ്ചറിനെ പോലെ ഫീൽ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് കുഞ്ഞിച്ചിരുത പിക്ക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ദെർഫോർ ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. എന്തുകൊണ്ടാണ്? അവൾ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചു. അതുപോലെ തന്നെ അവളുടെ ക്ലാസ്മേറ്റും ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇനി ഇതിലുള്ള പുതിയ വാക്കും അർത്ഥമാണ് എന്ത്? സ്റ്റാർട്ടിൽഡ് ഞെട്ടിപ്പോയി, സ്ട്രേഞ്ചർ അപരിചിതർ, പസിൽഡ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം.
നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ്ഡ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. അതായത് കുടിയേറ്റ ഫാമിലീസാണ് അതിൽ പകുതി പേരും ഉണ്ടായിരുന്നത്. അപ്പോൾ കുടിയേറ്റ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് പല ആവശ്യങ്ങൾക്കും മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കേണ്ടി വന്നവർ. There were students from Canada, Mexico, Italy, the UAE, Egypt and China. അപ്പോൾ ചൈന, കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുത മാത്രമാണ് ആര്? ഇന്ത്യക്കാരി. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. കുഞ്ഞിച്ചിരുത തെരുവുകളിൽ നിരവധി ഇന്ത്യക്കാരെ കണ്ടുമുട്ടിയിരുന്നു. ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ദ മീറ്റ് പ്രകാശ്. പ്രകാശിനെ മീറ്റ് ചെയ്ത സമയത്ത് അവൾക്ക് സന്തോഷമുള്ള ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. പ്രകാശ് റേൻ എ കൺഫെക്ഷനറി നിയർ ഹർ സ്കൂൾ. പ്രകാശ് എന്താണ്, അവളുടെ സ്കൂളിനടുത്ത് ഒരു മിഠായി കട നടത്തിയിരുന്നു. കുഞ്ഞിച്ചിരുത തോഡ് ഹി ലുക്ക്ഡ് റിമാർക്കബ്ലി ലൈക്ക് ഹർ അങ്കിൾ. കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ അമ്മാവനെ പോലെ തന്നെ പ്രകാശിനെ കണ്ടിട്ട് തോന്നി. ഏതമ്മാവനാണ്? ഹരീഷ് അമ്മാവനാണ് അല്ലേ. അങ്ങനെ നമുക്കും തോന്നാറില്ല, ഒരാളെ കണ്ടിട്ട് മറ്റുള്ളവരെ പോലെയൊക്കെ തോന്നാറുണ്ട് അല്ലേ. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോഡ് ഓൾഡർ. പ്രകാശിനെ മാത്രമാണ് അവൾക്ക് കുറച്ച് പ്രായമുള്ളതായിട്ട് തോന്നിയത്. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. അവളുടെ മുത്തശ്ശൻ്റെ അത്രയും പ്രായമുള്ളതായിട്ട് തോന്നി. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹർ ദ ഫസ്റ്റ് ടൈം ഷീ ബോട്ട് സം കാൻഡി ഫ്രം ദ സ്റ്റോർ. ആദ്യമായിട്ട് അവൾ ആ കടയിൽ പോയിട്ട് കുറച്ച് മിഠായി വാങ്ങിയ സമയത്ത് കൗതുകത്തോടെ അദ്ദേഹം അവളെ തന്നെ നോക്കിയിരുന്നു. ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്. അവളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്താണ്? മിസ്റ്റർ പ്രകാശ് എന്നാണ്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. കുഞ്ഞിച്ചിരുതക്ക് ഇത് മോശമായിട്ട് തോന്നി അല്ലേ. പ്രായമുള്ള ഒരാളെ മിസ്റ്റർ പ്രകാശ് എന്നൊക്കെ വിളിക്കുന്നത് കുഞ്ഞിച്ചിരുതയ്ക്ക് മോശമായിട്ട് തോന്നി. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. ഇത് കേരളത്തിലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കുമായിരുന്നു. ദ നെക്സ്റ്റ് ടൈം ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാറ്റേഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. അടുത്ത തവണ അവൾ കടയിൽ പോയപ്പോൾ പ്രകാശ് അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? നിന്നെ എന്താണ് എല്ലാവരും വിളിക്കുന്നത്? അപ്പോൾ അവൾ പറയും കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്. കുഞ്ഞിച്ചിരുത, പ്രകാശിൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നിട്ട് ചോദിക്കുകയാണ് കുഞ്ഞിച്ചിരുത. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുതയ്ക്ക് സന്തോഷമായി. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. ന്യൂ ജേഴ്സിയിൽ വന്നതിന് ശേഷം അവളുടെ ഫാമിലിയിലുള്ളവരല്ലാത്തവരിൽ ആദ്യമായിട്ട് പേര് കറക്റ്റായിട്ട് പറയുന്നത് ആരാണ്? പ്രകാശ് അങ്കിളാണ് അല്ലേ. അപ്പോൾ അവൾക്ക് സന്തോഷമായി. പിന്നെയോ ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അവൾ തലയാട്ടിക്കൊണ്ട് നോക്കി പുഞ്ചിരിച്ചു. ഈ ഒരു പേജിലെ പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് കേട്ടോ. ഈ പേജിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? പ്രകാശിനെ പേര് വിളിക്കുന്നത് ശരിയല്ല എന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നാൻ കാരണം എന്താണ്? പ്രകാശ് ലുക്ക്ഡ് എ ലോഡ് ഓൾഡർ, ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. ഹി ഈസ് എൻ ഓൾഡ് മാൻ, സോ കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ ഹിസ് നെയിം. എന്തുകൊണ്ടാണ്? പ്രകാശ് എന്ന് പറയുന്ന ആൾക്ക് അവളുടെ മുത്തശ്ശൻ്റെ പോലെ പ്രായമുണ്ട്, മുത്തശ്ശൻ്റെ അത്രയും പ്രായമുണ്ട്. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളെ പേര് വിളിക്കുന്നത് മോശമാണെന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി? പ്രകാശ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ റിയാക്ഷൻ എന്തായിരുന്നു? കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. ന്യൂ ജേഴ്സിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് അവളുടെ പേര് കറക്റ്റായിട്ട് പറയുന്നത് പ്രകാശ് അങ്കിളാണ്. അതുകൊണ്ട് തന്നെ പേര് കറക്റ്റായിട്ട് വിളിച്ചപ്പോൾ അവൾക്ക് സന്തോഷമായി. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. അങ്ങനെ പ്രകാശ് പെട്ടെന്ന് മലയാളം സംസാരിക്കാൻ തുടങ്ങി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേഡ് അലൗഡ്. അപ്പോൾ പ്രകാശ് ആശ്ചര്യപ്പെടുകയാണ്, എന്ത് ഇപ്പോഴും കുട്ടികൾക്ക് കുഞ്ഞിച്ചിരുത എന്നൊക്കെ പേരുണ്ടോയെന്ന്. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടിട്ട് വണ്ടർ ആവുന്ന ആദ്യത്തെ ആളൊന്നും അല്ല പ്രകാശ്. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പ്രായമായതിനു ശേഷം അവൾ പലതവണ ആ ചോദ്യം നേരിട്ടിട്ടുണ്ട്.
So she told him about her great-grandmother who became a school teacher at the age of 18. 18-ാമത്തെ വയസ്സിൽ സ്കൂൾ അധ്യാപികയായിട്ട് മാറിയിട്ടുള്ള അവളുടെ മുതുമുത്തശ്ശി ഗ്രാൻഡ് മദറിൻ്റെ അമ്മയെക്കുറിച്ച് അവൾ ആരോട് പറഞ്ഞു? പ്രകാശിനോട് പറഞ്ഞു. അവളുടെ മുതുമുത്തശ്ശിയുടെ അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ഒരു മങ്ങിയ ഫോട്ടോ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഒരു മങ്ങിയ ഫോട്ടോഗ്രാഫ് മാത്രമാണ് അവൾ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെത് കണ്ടിട്ടുള്ളൂ. കുഞ്ഞിച്ചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ്ഡ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. അപ്പോൾ കുഞ്ഞിച്ചിരുത പിന്നീട് അമ്മയിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? പ്രകാശ് അവരുടെ ടൗണിൽ നിന്നും അധികം ദൂരത്തിലല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. He had arrived in America almost half a century ago. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ എത്തിയിട്ട് ഏകദേശം നൂറ്റാണ്ടായി. A few days before the spring break, a girl named Antoinette took admission in കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ ആൻറ്റോനറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അഡ്മിഷൻ എടുത്തിരുന്നു. ഷീ വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസെയിൽസ് ഇൻ ഫ്രാൻസ്. അവൾ വരുന്നത് എവിടെ നിന്നാണ്? ഫ്രാൻസിലെ മാർസെയിൽസ് എന്ന നഗരത്തിൽ നിന്നുള്ളവളായിരുന്നു. ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അവളുടെ അമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഷീ വാസ് ഗിവൺ എ ന്യൂ പ്രൊജക്റ്റ് ടു ന്യൂ ജേഴ്സി. എന്താണ്? ന്യൂ ജേഴ്സിയിൽ അവൾക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് ലഭിച്ചു. സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അങ്ങനെ ആ കുടുംബം താമസം അവിടേക്ക് മാറി, ന്യൂജേഴ്സിയിലേക്ക് മാറി. ആൻറ്റോനറ്റിൻ്റെ അമ്മയ്ക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ ന്യൂജേഴ്സിയിലുള്ള ഒരു പ്രോജക്റ്റ് കിട്ടിയ സമയത്ത് അവർ അമേരിക്കയിലേക്ക് താമസം മാറി. പിന്നെയോ ആൻറ്റോനറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. താമസിയാതെ ആൻറ്റോനറ്റും കുഞ്ഞിച്ചിരുതയും ഫ്രണ്ട്സായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ് ആൻറ്റോനറ്റേസ് നെയിം ടു. ക്ലാസ്മേറ്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ആൻറ്റോനറ്റിൻ്റെ പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടപ്പോൾ ആർക്ക് സന്തോഷമായി? കുഞ്ഞിച്ചിരുതയ്ക്ക് സന്തോഷമായി. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് ആൻറ്റോയിനെറ്റ്. അല്ലേ, അധികം ആളും വിളിക്കുന്നത് എന്താണ്? ആൻറ്റോയിനെറ്റ് എന്നാണ്. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺഡ് ഫ്രം ആൻറ്റോനറ്റ് ദാറ്റ് ദ നെയിം ഓട്ട് ടു ബി പ്രൊനൗൺസ്ഡ് ഓങ് ത്വാനെറ്റ്. അല്ലേ, ആൻറ്റോനറ്റിൽ നിന്ന് കുഞ്ഞിച്ചിരുത ഓങ് ത്വാനെറ്റ് എന്നാണ് ആൻറ്റോനറ്റിൻ്റെ പേര് ഉച്ചരിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. കുഞ്ഞിച്ചിരുത ട്രൈഡ് ടു സേ ഇറ്റ് ദാറ്റ് വേ. കുഞ്ഞിച്ചിരുത എന്നിട്ട് ആൻറ്റോനറ്റ് പറഞ്ഞതുപോലെ തന്നെ പറയാൻ ശ്രമിച്ചു. She found to her surprise that she got it right after a few trials. അപ്പോൾ കുറച്ച് പ്രാവശ്യം ട്രയൽ ചെയ്ത് നോക്കിയ സമയത്ത് കുഞ്ഞിച്ചിരുതയ്ക്ക് എന്താണ്? ആൻറ്റോനറ്റിൻ്റെ പേര് കറക്റ്റായിട്ട് പറയാൻ പറ്റി. She was equally surprised to find Antoinette pronouncing her name fairly well, especially the NH. ആൻറ്റോനറ്റ് ആണെങ്കിൽ കുഞ്ഞിച്ചിരുതയുടെ പേരും കറക്റ്റായിട്ട് തന്നെ പറയാൻ പഠിച്ചു. എസ്പെഷ്യലി NH കുഞ്ഞി എന്നുള്ളതിൽ തന്നെ NH മെയിനായിട്ട് അത്. ആൻറ്റോനറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആൻറ്റോനറ്റ് കുഞ്ഞിച്ചിരുതയുടെ വീട് വിസിറ്റ് ചെയ്യാണ്. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെൻറ്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ആൻറ്റോനറ്റ് നെയിം റൈറ്റ്. കുഞ്ഞിച്ചിരുതയുടെ അമ്മയ്ക്ക് ആൻറ്റോനറ്റിൻ്റെ പേര് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് വന്ന സമയത്ത്. സോ ഷീ ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. അങ്ങനെ കുഞ്ഞിച്ചിരുത കുറച്ച് സമയത്തേക്ക് അവളുടെ അമ്മയുടെ ലാംഗ്വേജ് ടീച്ചറായിട്ട് മാറി. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടപ്പം പ്രകാശ് സർപ്രൈസ്ഡ് ആയത് എന്തുകൊണ്ടാണ്? പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം ബിക്കോസ് ഹെർ നെയിം വാസ് എൻ ഓൾഡ് വൺ. അല്ലേ, പഴയ ഒരു പേരാണ് കുഞ്ഞിച്ചിരുത എന്നുള്ളത്, അതുകൊണ്ടാണ് പ്രകാശ് സർപ്രൈസ്ഡ് ആയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് അവൾക്ക് കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് ലഭിച്ചത്? കുഞ്ഞിച്ചിരുത got her name from her great grandmother. Next question, what surprised കുഞ്ഞിച്ചിരുത when Antoinette pronounced her name right? ശരിയായ രീതിയിൽ കുഞ്ഞിച്ചിരുതയുടെ പേര് ആൻറ്റോനറ്റ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത സർപ്രൈസ് ആയത്? കുഞ്ഞിച്ചിരുത വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് ആൻറ്റോനറ്റ് വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസെയിൽസ് ഇൻ ഫ്രാൻസ്. അല്ലേ, ഫ്രാൻസിലുള്ള മറ്റൊരു രാജ്യത്തുള്ള ഒരു കുട്ടിയാണ് ആര്? ആൻറ്റോനറ്റ്. അപ്പോൾ മറ്റൊരു രാജ്യത്തുള്ള ഒരു കുട്ടി പിന്നെ കുഞ്ഞിച്ചിരുതയുടെ പേര് കറക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ടാണ് എന്ത്
അവൾ സർപ്രൈസ് ആയതല്ലേ. ആൻറ്റോനറ്റ് പ്രൊനൗൺസ് ഹെർ നെയിം ഫെയർലി വെൽ, എസ്പെഷ്യലി ദ NH. കുഞ്ഞി എന്നുള്ളതിലുള്ള ആ NH പറഞ്ഞത് വളരെ കറക്റ്റായിട്ടാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ആൻറ്റോനറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുതാസ് നെയിംസ് ഫെയർലി വെൽ? കുഞ്ഞിച്ചിരുതയുടെ പേര് ആൻറ്റോനറ്റിന് എന്തുകൊണ്ടായിരിക്കും കറക്റ്റായിട്ട് പറയാൻ സാധിച്ചത്? ആൻറ്റോനറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുതാസ് നെയിം ഫെയർലി വെൽ മേ ബി ബിക്കോസ് ഓഫ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. അവളും ഒരുപാട് പ്രാവശ്യം ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷമായിരിക്കും അവൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഈ ഒരു ചാപ്റ്ററും അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസറും ആണ് എടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.